ഓശാന പെരുന്നാൾ ക്രിസ്തീയ വിശ്വാസത്തിൽ വലിയ അർത്ഥമുള്ള ഒരു ദിനം. യേശുക്രിസ്തു യെരൂശലേമിലേക്ക് പ്രവേശിച്ച ദിനമാണ് ഇത്. ജനങ്ങൾ വലിയ സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. അവനൊരു കുതിരപ്പുറത്ത് അല്ല, സാധാരണ ഒരു കഴുതപ്പുറത്താണ് നഗരത്തിലേക്ക് വന്നത്. അതിലൂടെ അവൻ തന്റെ വിനയവും സമാധാനവും ലോകത്തിന് കാണിച്ചു. ജനങ്ങൾ വഴിയിലൂടെ പനത്തുലകളും വസ്ത്രങ്ങളും വിരിച്ചു. ഓശാന, ഓശാന എന്ന് വിളിച്ചുകൊണ്ടു അവനെ രാജാവായി വരവേറ്റു. ഓശാന എന്ന വാക്കിനർത്ഥം രക്ഷിക്കണമേ എന്നതാണ്. അത് സന്തോഷത്തിന്റെ വിളിയായിരുന്നു. അതുപോലെ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയും. ഈ ദിനത്തിൽ പള്ളികളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കുന്നു. വിശ്വാസികൾ കയ്യിൽ പനത്തുല പിടിച്ച് ആ ദിനത്തിന്റെ ഓർമ്മ പുതുക്കുന്നു. പക്ഷേ ഇത് ഒരു ആഘോഷം മാത്രമല്ല. ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ശക്തി, പ്രൗഢി, പദവി എന്നിവയെ പിന്തുടരുമ്പോൾ ഓശാന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നാണ്: വിനയം, സ്നേഹം, മനസ്സിലെ സമാധാനം. ഇവയാണു യഥാർത്ഥ ശക്തി എന്ന്. സോഷ്യൽ മീഡിയയിലും ജീവിതത്തിലും നമ്മൾ കാണിക്കുന്നതല്ല പ്രധാനമായത്, നമ്മളുള്ളത് തന്നെയാണ് പ്രധാനമായത്. ഓശാന നമ്മെ പഠിപ്പിക്കുന്നത് പുറമേ കാണിക്കുന്ന മഹത്വത്തേക്കാൾ അകത്തുള്ള മനുഷ്യനാകുകയാണ് വലിയത് എന്ന്. അതുകൊണ്ട് ഈ ഓശാന ദിനത്തിൽ ഒരു ചെറിയ മാറ്റം നമ്മളിൽ തുടങ്ങാം. കൂടുതൽ സ്നേഹം, കൂടുതൽ കരുണ. അപ്പോൾ മാത്രമേ ഓശാനയുടെ യഥാർത്ഥ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയൂ.